പുല്ല് പിടിച്ച് കിടക്കുന്ന പ്ലോട്ട് കേട്ടോ, നമ്മളെ സെയിലാക്കിയ പ്ലോട്ടാണ്. ഇടയ്ക്ക് ഞാൻ പരസ്യം ചെയ്തിട്ടുണ്ടായത് ഓർമ്മയുണ്ട്. ഒരു 6 മാസമൊക്കെ വരുമായിരിക്കും. അപ്പോൾ നമുക്ക് സെയിലായ പ്ലോട്ടാണ്. അന്ന് ഒരുപാട് പേര് ചോദിച്ചു. അതിന് ശേഷം NH സൈഡിൽ ഒരു പ്ലോട്ട് അവിടെ വന്നു. അപ്പോൾ NH സൈഡിൽ തന്നെ പ്ലോട്ട് ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്നത് ഈ ഒരു പ്ലോട്ടാണ് നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത്. അതും ഇതിനെക്കാട്ട് കുറച്ചുകൂടെ കിടിലൻ പ്ലോട്ടാണ് ഇത്. നമുക്ക് ഈ പ്ലോട്ട് 15.5 സെൻറ്റാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇത് 34 സെൻറ്റ് ഉണ്ട്. ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്തോന്നറിയാമോ? 50 മീറ്ററിൻ്റെ വൈഡ് റോഡ് ഫ്രണ്ടേജ്. നോക്ക് ഫ്രണ്ടേജ് നോക്ക്, 50 മീറ്റർ. അതാണ് ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ്. എന്ന് വെച്ചാൽ നമുക്കിവിടെ ഒരു എത്ര ട്രെയിലർ കയറുമെന്നറിയാമല്ലോ. ഇത് അവിടെ തന്നെ നമുക്ക് 3-4 ട്രെയിലറൊക്കെയാണ് കൊണ്ടിടുന്നത്. അപ്പോൾ ഇവിടെ എത്ര ട്രെയിലർ ഇടാൻ പറ്റും? ഒരു 6-7 ട്രെയിലർ ഇടാൻ പറ്റുന്ന അത്രയും വലിയ സ്പേസ് ആണ് വന്നിട്ടുള്ളത്. 34 സെൻറ്റിൻ്റെ കിടിലൻ പ്ലോട്ടാണ് നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത്. അത് ലൊക്കേഷൻ എവിടെ എന്ന് പറയുന്നത് നമ്മുടെ ഇതാകാണ് NH ബൈപ്പാസ്. കഴക്കൂട്ടം കാരോട് NH ബൈപ്പാസ് ആണ്. ഇതാ വലിയ ലോറിയൊക്കെ പോകണുണ്ട്. കഴക്കൂട്ടം കാരോട് NH ബൈപ്പാസ് ആണ്. ബൈപ്പാസിലെ സബ് റോഡ് ഫ്രണ്ടേജിൽ ചെങ്കവളയിലാണ് നമ്മുടെ ഈ പ്ലോട്ട് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത്. ചെങ്കവളയാണ് ലൊക്കേഷൻ വന്നിട്ട്. ചെങ്കവള പാലം കയറിയിട്ട് അതാണ് നമ്മുടെ പാലത്തിൻ്റെ അവിടെ നിന്ന് ടേണിംഗ് ഉണ്ട്. ആ ടേണിംഗ് കയറി നേരെ ഇങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പ്ലോട്ട് എത്താൻ പറ്റും. അവിടെ നിന്ന് ജസ്റ്റ് ഒരു 50 മീറ്ററേ ഉള്ളൂ. ഇത് നമുക്ക് പാലം കയറി അവിടെ നിന്ന് നമ്മുടെ സർവീസ് റോഡുണ്ട്, സർവീസ് റോഡുണ്ട്. ആ സർവീസ് റോഡ് അവിടെയാണ് വരുന്നത്. ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു 50 മീറ്റർ ഉള്ളൂ സർവീസ് റോഡ് കയറി വരുമ്പോൾ തന്നെ നമ്മുടെ പ്ലോട്ടായി. ഈ ഒരു 34 സെൻറ്റ് പ്ലോട്ടാണ്. അവിടെ കണ്ടോ ലോറികളൊക്കെ പോകണുണ്ടോ? അവിടെ നല്ല പക്ക കരഭൂമി. പിന്നെ ഇതിലൊരു ഹൈലൈറ്റ് ഉണ്ട്. ഇത് കണ്ടോ, ഫുള്ള് ചുറ്റുമതിലടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ഉള്ള ആക്സസ് വരുമ്പം പാറശാല ഒരു 2.5 കിലോമീറ്റർ, പിന്നെ അവിടെ നിന്ന് കളിക്കാനുള്ള ഒരു 4-5 കിലോമീറ്റർ, പിന്നെ ഡയസ് ഇന്റർനാഷണൽ സ്കൂൾ, അവിടെ ഒരു ടോപ്പ് സ്കൂളുണ്ട്, ഡയസ് ഇന്റർനാഷണൽ സ്കൂൾ. അത് ഏകദേശം ഒരു 3 കിലോമീറ്റർ ഒക്കെ വരുള്ളൂ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ ഉദയംകുളങ്ങര ജംഗ്ഷൻ ഒക്കെ പോയി ഒരു 6 കിലോമീറ്റർ 6-7 കിലോമീറ്റർ ആണ് വരുന്നത്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ കാരോട് പോകാൻ ഏകദേശം ഒരു 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ഒക്കെ ഉള്ളൂ. അപ്പോൾ അത്രയും നമുക്ക് ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്തോന്ന് അറിയാമോ? വിഴിഞ്ഞം പോർട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ് 17 കിലോമീറ്റർ ആണ് വരണം വിഴിഞ്ഞം പോർട്ടിൽ നിന്ന്. അപ്പോൾ വിഴിഞ്ഞം പോർട്ടിൻ്റെ അടുത്തായതുകൊണ്ട് ഗോഡൗൺ ആക്കി ഇടാൻ സെറ്റാണ്. ഈ വിലയ്ക്ക് സർവീസ് റോഡ് ഫ്രണ്ടേജിൽ ഗോഡൗൺ സ്പേസിന് പറ്റിയ പ്ലോട്ട് കിട്ടൂല. ഇതിൻ്റെ വില കേട്ടാൽ നിങ്ങൾ ഞെട്ടും. നല്ലൊരു വില കുറവാണ് വന്നിട്ടുള്ളത്. ഈ വിലയ്ക്ക് കിട്ടാനാണ് പാട്. ഇത്രയും 34 സെൻറ്റ് പ്ലോട്ടും ഉണ്ട്. വില നല്ലൊരു മീഡിയം പ്രൈസ് റേഞ്ചാണ് ചോദിക്കുന്നത്. അതായത് 10 ലക്ഷത്തിന് താഴെയാണ് ഈ പ്ലോട്ടിന് വില വന്നിട്ടുള്ളത്. നമുക്ക് ഇവിടെ നിന്ന് ഞാൻ ഇവിടെ കാഞ്ഞിരംകുളം അതേപോലെ നെല്ലിമൂട് ആ സൈഡ് ഇവിടെ നിന്ന് നേരെ നമ്മൾ ഇതുവഴി നേരെ അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ കഴക്കൂട്ടമൊക്കെയാണ് പോണത്. നമ്മുടെ കഴക്കൂട്ടം അതേപോലെ തന്നെ നമ്മുടെ കഴക്കൂട്ടം അങ്ങോട്ട് ആ സൈഡ്, കഴക്കൂട്ടം കോവളം അങ്ങോട്ട് ആ സൈഡാണ് പോകണം. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് ലെഫ്റ്റ് എടുത്ത് നേരെ പോകുമ്പോൾ കടുവാക്കുഴി കന്യാകുമാരി അങ്ങോട്ട് കന്യാകുമാരി തമിഴ്നാട് സൈഡാണ്. ഇവിടെ നേരെ കോവളം അങ്ങോട്ട് ആ സൈഡാണ്. അപ്പോൾ ഈ 2 സൈഡിലോട്ടും നമുക്ക് ആക്സസ് വരും. NH ബൈപ്പാസ് ഫ്രണ്ടേജ് ആണ്. ഇവിടെ നിന്ന് കോവളം നമുക്ക് ഇവിടെ നിന്ന് ഏകദേശം ഒരു 20 കിലോമീറ്റർ ഒക്കെയാണ് വരുന്നത് നമുക്ക് കോവളം പോകാൻ. ഇവിടെ നിന്ന് നേരെ ഇത് NH ആയതുകൊണ്ട് നമുക്ക് എളുപ്പം തന്നെ കോവളമൊക്കെ എത്താൻ പറ്റും. കോവളത്താൻ ഏകദേശം ഒരു 1/2 മണിക്കൂർ മതി നമുക്ക് കോവളം എത്താൻ. 1/2 മണിക്കൂറിൻ്റെ ആവശ്യമൊക്കെ അരയല്ല, ഏകദേശം ഒരു 40 മിനിറ്റ് ഒക്കെ മതി നമുക്ക് കോവളം കയറി പോകാൻ. ഒരു 40 മിനിറ്റ് മതിയാവും. കാരണം നമുക്ക് NH ആയതുകൊണ്ട് പെട്ടെന്ന് സ്ട്രൈറ്റ് വിട്ടു പോയാൽ മതി. വിഴിഞ്ഞത്തിനടുത്തൊക്കെ പ്ലോട്ടുകൾ നോക്കുമ്പോൾ വമ്പ റേറ്റാണ്. അതായത് സെൻറ്റിന് ഇപ്പം ചോദിക്കണമെന്ന് വെച്ചാൽ ചിലർക്ക് ഈ 34-40 സെൻറ്റ് വരെ ചോദിക്കണ എത്ര റേറ്റ് എന്നറിയാം വിഴിഞ്ഞത്തിനടുത്ത്. അതിന് വരെ ചോദിക്കണത് 15-20 ലക്ഷമൊക്കെയാണ്. അതായത് 34-40 സെൻറ്റിനൊക്കെ ചോദിക്കണത് തന്നെ സെൻറ്റിന് 20 ലക്ഷമൊക്കെയാണ്. പക്ഷേ ഈ ഒരു പ്ലോട്ടിലെ റേറ്റാണ് ഹൈലൈറ്റ്. നമ്മുടെ ഈ പ്ലോട്ടിന് ചോദിക്കുന്ന റേറ്റ് ഇപ്പം ഞങ്ങൾ പറയാം. സെൻറ്റിന് ചോദിക്കണ 8 ലക്ഷം രൂപ മാത്രമാണ്. 8 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. നല്ലൊരു നടക്കാനുള്ള ഒരു വിലയാണ് ചോദിക്കുന്നത്. ഈ വിലയ്ക്ക് ഇങ്ങനത്തെ ഈ ഒരു സൈഡിൽ നിന്ന് പ്ലോട്ട് കിട്ടൂല. കാഞ്ഞിരംകുളം നെല്ലിമൂടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ 15-20 നമുക്ക് NH സൈഡ് പ്ലോട്ട് വയ്ക്കുന്നത്. അവിടെയൊക്കെ പ്ലോട്ടുകൾ ലിമിറ്റഡ് ആണ്. ഇപ്പോൾ പ്ലോട്ടൊന്നും ഇല്ല. പക്ഷേ ഈ സൈഡിൽ മാത്രമേ ഇപ്പോൾ പ്ലോട്ടുള്ളൂ. നമ്മുടെ ചെങ്കവളയിൽ ഇപ്പോൾ പ്ലോട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത് വിഴിഞ്ഞം പോർട്ടുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഗോഡൗണിനും പിന്നെ എന്തെങ്കിലുമൊക്കെ ബിൽഡിങ്, കൊമേഴ്ഷ്യൽ ബിൽഡിങ്, ഹോട്ടലൊക്കെ അങ്ങനെയൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു അടിപൊളി പ്ലോട്ട്. അതെന്താ സർവീസ് റോഡ് ഫ്രണ്ടേജിലാണ് വന്നിട്ടുള്ളത്. 34 സെൻറ്റാണ്. അപ്പോൾ ഇതേപോലത്തെ പ്ലോട്ട് എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വന്നിട്ടുണ്ട്. ആ പ്ലോട്ട് ഉണ്ട്, നമ്മൾ തന്നെ സെയിലാക്കിയാണ്. നമ്മളിപ്പോൾ ഓണർ അവിടെ സൈഡുകളൊക്കെ അടിച്ച് പുല്ലൊക്കെ ഇപ്പോൾ ഫുള്ള് പുല്ലായി കിടക്കുകയാണ്. പുള്ളി വിദേശത്തുള്ള ആളാണ് ഇപ്പോൾ വാങ്ങിച്ചത്. അപ്പോൾ ഇവിടെ പുല്ല് പിടിച്ച് കിടക്കുകയാണ്. മിക്കവാറും വല്ല റെൻറ്റിനൊക്കെ കൊടുത്തിട്ട് നല്ല വരുമാനം കിട്ടും. ഇതിപ്പോൾ നിങ്ങൾ വാങ്ങിച്ചിട്ട് റെൻറ്റിന് കൊടുത്താലും നല്ല രീതിയിൽ വരുമാനം കിട്ടും. ഇപ്പം നിങ്ങൾക്ക് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ഗോഡൗൺ കിട്ടണമെങ്കിൽ നിങ്ങൾ ഗോഡൗണിന് സ്പേസിന് റെൻറ്റിനായിട്ട് കൊടുത്താലും മതി. നല്ല കിടിലായിട്ട് ട്രെയിലറൊക്കെ എത്ര ട്രെയിലർ കയറുമെന്നറിയാമോ? ഞാൻ പണ്ട് ഈ പ്ലോട്ടിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഈ പ്ലോട്ട് വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ
ഇവിടെ ഒരുപാട് ട്രെയിലറാണ് ഇവിടെ ഒതുക്കിക്കൊണ്ടിരുന്നത്. ഇതിപ്പം വൈകുന്നേരം സമയം ആയില്ല, വൈകുന്നേരം ഒരു 6-7 മണിയാകുമ്പോൾ ഇവിടെ ഫുള്ള് ട്രെയിലർ കൊണ്ട് ഇടും. അപ്പം ട്രെയിലറൊക്കെ ഇടാൻ പറ്റിയ പ്ലോട്ടാണ്. എന്ന് വെച്ചാൽ എത്ര ട്രെയിലർ, 6-7 ട്രെയിലർ കയറും. അതാണ് ഇതിൽ ഏറ്റവും ഒരു ഹൈലൈറ്റ്. 50 മീറ്റർ ഫ്രണ്ടേജ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇനി ഞാനൊന്നും കൊളാക്കണില്ല. അപ്പോൾ ഈ നമ്പറിൽ ഡയറക്റ്റ് ഓണർന്ന് വിളിച്ചോ, ഈ നമ്പറിൽ ഡയറക്റ്റ് ഓണർന്ന് വിളിച്ച് കമ്മീഷൻ കാര്യങ്ങളൊന്നുമില്ല, ഡയറക്റ്റ് ഡീലാക്കാൻ പറ്റും. ഇതാണ് നമ്പർ. അപ്പോൾ ഇനി നിങ്ങൾക്ക് NH സൈഡിലൊക്കെ കുറച്ചുകൂടെ നല്ല ബഡ്ജറ്റിനൊക്കെ പ്ലോട്ടുകൾ വേണമെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്ത് വെച്ചോ. അതുപോലെ യൂട്യൂബിലാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ.